വയനാട്ടിൽ നിന്ന് ആര് മന്ത്രിയാകണം എന്നതിൽ തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടിരിക്കുകയാണ്. IC ബാലകൃഷ്ണനും ഒപ്പം ടി സിദ്ദിഖുമാണ് പരിഗണനയിൽ ഉള്ളത്. പ്രിയങ്ക ഗാന്ധി IC ബാലകൃഷ്ണനെ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. തർക്കം തുടരുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടിരിക്കുന്നത്. ഇപ്പോൾ രജീഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രജീഷ്, എന്തായാലും ഈ ടി സിദ്ദിഖാണെങ്കിലും ഒപ്പം IC ബാലകൃഷ്ണനാണെങ്കിലും രണ്ടുപേരും അത്രമേൽ പരിചയസമ്പത്തുള്ള ആളുകൾ തന്നെയാണ്. എന്തായാലും ദേശീയ നേതൃത്വം നിർദ്ദേശിക്കുന്നത്, പ്രിയങ്ക ഗാന്ധി അടക്കം നിർദ്ദേശിക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് IC ബാലകൃഷ്ണനെയാണ്. എങ്ങനെയാണ് അവിടെയുള്ള നീക്കങ്ങൾ? ഭദ്ര, വയനാട്ടിലെ ഒരു മന്ത്രി ഉറപ്പാണ്. അതിൽ രണ്ട് പേരുകളാണ് പ്രധാനമായും പരിഗണനയിലേക്ക് വരുന്നത്. ഒന്ന് ടി സിദ്ദിഖ്, ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ച IC ബാലകൃഷ്ണൻ. ഈ രണ്ട് പേരുകൾ പരിഗണനയ്ക്ക് വരുമ്പോൾ KCയുടെ ആളാണ് ടി സിദ്ദിഖ്. അതുകൊണ്ട് പെട്ടെന്ന് തള്ളിക്കളയാൻ കഴിയില്ല. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയെ നമുക്കറിയാം ഇന്നലെ മുതൽ തന്നെ ആവശ്യപ്പെടുന്ന കാര്യമാണ്. തനിക്കൊപ്പം ആഭ്യന്തര വകുപ്പ് മാത്രം പോരാ, ഒപ്പമുള്ളവർക്ക് മന്ത്രിസ്ഥാനം വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുന്ന ഒരു പേരാണ് IC ബാലകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ അതും നേതൃത്വം തള്ളിക്കളയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഹൈക്കമാൻഡ് ആയിരിക്കും ഒരുപക്ഷേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധിയുടെ പിന്തുണ നൽകിയിരിക്കുന്നത് IC ബാലകൃഷ്ണനാണ്. ഒരു നേരിയ മുൻതൂക്കം, അതായത് അവിടുത്തെ MP ആണ്, വയനാട്ടിന്റെ MP ആണ് പ്രിയങ്ക ഗാന്ധി. അപ്പോൾ പ്രിയങ്ക ഗാന്ധി IC ബാലകൃഷ്ണന്റെ പേര് പറഞ്ഞാൽ അത് നേതൃത്വത്തിന് പെട്ടെന്ന് തള്ളിക്കളയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ രണ്ട് പേരുകൾ, ഒന്ന് അൻവർ സാദിന്റെ പേരും IC ബാലകൃഷ്ണന്റെ പേരുമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ചതെങ്കിൽ ഇപ്പോൾ കൊച്ചിയിൽ നിന്നും മറ്റൊരു മുസ്ലിം ലീഗിന്റെ ഒരു മുസ്ലിം മന്ത്രി V അബ്ദുൽ ഗഫൂർ എറണാകുളത്ത് നിന്ന് മന്ത്രിയാകുമ്പോൾ ഒരു പക്ഷേ അൻവർ സാദിന്റെ സാധ്യത പൂർണ്ണമായും അടയുന്ന ഒരു സാഹചര്യം കൂടിയാണെന്ന് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നീട് രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ച പേരിലുണ്ടാവുക IC ബാലകൃഷ്ണൻ തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ICക്ക് അത് ഉറക്കേണ്ട, അല്ലെങ്കിൽ IC ബാലകൃഷ്ണൻ മന്ത്രിയാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ST വിഭാഗത്തിൽ ഒരു മന്ത്രിയാക്കുന്നതിൽ, IC ബാലകൃഷ്ണനെ മന്ത്രിയാക്കുന്നതിൽ തടസ്സമില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പിന്തുണ ഇതുമായി ബന്ധപ്പെട്ട പ്രിയങ്കയുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ട് എന്നും IC ബാലകൃഷ്ണൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം നടത്തുന്നുണ്ട്. എന്തായാലും IC ബാലകൃഷ്ണൻ മന്ത്രിയാവാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ടി സിദ്ദിഖിനേക്കാൾ ഒരുപക്ഷേ സാധ്യത കൂടുതൽ IC ബാലകൃഷ്ണൻ തന്നെയാണെന്ന് കൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കാം. ഭദ്ര.